അണ്ടിപ്പരിപ്പ്. ഒരു ചൊറിഞ്ഞ ടേസ്റ്റ്. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ ചലഞ്ചിന്റെ പേര് തീറ്റി ചലഞ്ച്. അതെ, ഇപ്പൊ ഞങ്ങളുടെ പേര് തന്നെ തിന്നാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആരും പേര് സജസ്റ്റ് ചെയ്യാത്തോണ്ട് ഞങ്ങൾ ചലഞ്ചാണ് ഞങ്ങളുടെ പേര് ലെറ്റർ ഈറ്റി ചലഞ്ച്. മുത്ത് എന്റെ പേരാ തിന്നണ്ടേ? എന്റെ പേരാ തിന്നണ്ടേ? 4-5 ലെറ്റർ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ പേരിന്റെ 5 ലെറ്റർ തിന്നും. എന്റെ രഞ്ജു എന്നുള്ള ലെറ്റർ അല്ല, ഒരു പേര് പറയണ്ട. രാജ്കുമാർ പിള്ളേ എന്നുള്ള വേണ്ട 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 വേണ്ട. മുത്തിന്റെ ലെറ്റർ ഞാൻ, രാജ്കുമാർ എന്നുള്ള ലെറ്റർ ഞാനും തിന്നും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം ആരെയും നീ നിന്റെ സാധനം എടുത്തോണ്ടോ, ഞാൻ എന്റെ സാധനം എടുത്തോണ്ടോ? അപ്പൊ നമുക്ക് ഈ സാധനം എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകാം. ഇവിടെ ഒന്നും ഇരിക്കാത്തതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ പോയി എല്ലാം കണ്ടുപിടിക്കാം. അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ചിലതിന്റെ മലയാള ലെറ്റർ കാണുമായിരിക്കും, ചിലതിന്റെ ഇംഗ്ലീഷിലുള്ള വാക്കും ചിലതിന്റെ മലയാളം ഒന്നും വാക്കും. കാരണം കിട്ടാൻ സീയൊന്നുമില്ലല്ലോ. ഇല്ല, സീയൊന്നും ഇല്ലാത്ത ഭാഗ്യം. ഇല്ല ഇല്ല, ചില്ലി പൗഡർ തിന്നിട്ട് നമുക്ക് അടുക്കളയിൽ പോയിട്ട് പോയി തപ്പി കണ്ടുപിടിക്കാം. ബാ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ അടുക്കള വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കുറെ സാധനങ്ങൾ പറക്കെടുത്ത് നമ്മുടെ പേര് കംപ്ലീറ്റ് ആക്കാം. എന്റെ പേര് രാജ്കുമാർ എന്നുള്ള എന്റെ ആദ്യത്തെ 6 ലെറ്റർ കിട്ടിയ. എന്തോ ഞാൻ 6ന് റൈസ് എടുത്തേക്കും. ഇത്രയും തിന്നാൻ പോണോ? ഇച്ചിരി നിന്നില്ല, കുറച്ച് തിന്നും. പച്ച റൈസ്. ഓക്കെ, പച്ച റൈസ്. ഇത് പക്ഷെ നമ്മുടെ കുത്തരി തിന്നുന്നോട്ടുള്ള ഇത് ഇവിടുത്തെ സോന മസൂരി അല്ലേ? ഒരാളുടെ ലെറ്റർ കഴിഞ്ഞിട്ടാണോ ബാക്കിയുണ്ട്? കൈ ബാക്കി ആയതുകൊണ്ട് എനിക്കൂടെ തരുമോ? ഇനി അടുത്തത് രാജ് ഏക്കെന്തോ അണ്ടിപ്പരിപ്പ്. ഏക്കെന്തോ പിന്നെന്തോ ചേർത്തെന്താ ഉള്ളേ? ചേർത്തെന്തോ ഇവിടെ തിന്നാ ഉള്ളേ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എന്താ എന്തോ? ഓ, കണ്ടുപിടിച്ച് ചേർത്ത് എന്താന്നറിയാമോ? ആൽമണ്ട്. ഏക്ക് ഞാൻ ആൽമണ്ട് എഴുതോ? വെച്ചരി എനിക്കും വേണം, ആവശ്യമാണ്. ഇവിടെ വെച്ചരി. എന്താ രണ്ട് പേരിൽ എവിടെയുള്ള ഏ ഇരിക്കുന്നത്? പൊട്ടാണ് രണ്ട് പേരുടെ നമ്പർ. നിന്റെ പേരാണല്ലേ, ഞാൻ എന്റെ പേര് ഉദ്ദേശിച്ചു. ഇനി അടുത്ത തിന്നില്ല നീ. ഏക്ക് ഞാൻ ആൽമണ്ട് എടുത്തു. ജയിക്കെന്തിരിക്കുന്നടി? ജാമുൻ. ജാമുൻ, ഗുലാബ് ജാമുൻ. ഓ, ജാം. പക്ഷെ അത് ഫ്രൂട്ട് ജാം അല്ലേ? നല്ല ഫ്രൂട്ടൊന്നുള്ള എഫല്ല. ജാം എടുത്തു. യാക്കൂബിയുടെ ജാം എടുത്ത് തിന്നു. നിന്റെ പേര് കേക്ക്. ഞാൻ ചക്കുന്റെ മുട്ടായി. കേക്ക് ഞാൻ കിക്കാട്ട്. ചക്കുപ്പി എടുത്തു. ചക്കുപ്പിയോട് അമ്മ ഇത്ര കഴിച്ചിട്ട് തരാം വീഡിയോയ്ക്ക്. ചക്കുപ്പി പറന്നു വന്നു. കിക്കാറ്റ് കുറച്ച് അലിഞ്ഞു പോയില്ലേ? ഇച്ചിരി നിന്നാ പോലെ നീ മൊത്തം നിന്നിട്ട് എന്നെ പോത്തുള്ളൂ. പേപ്പറുണ്ട് അതിന്റെ അല്ലേ? നീ എന്താ അവിടെ തിരിക്കുന്നുണ്ട്. ആ യു എന്തോലും കണ്ടേ എനിക്കൂടെ വെച്ചേ. എനിക്ക് ആവപ്പെട്ട 2 ലെറ്റർ കണ്ടുപിടിച്ചാൽ മതി. മുത്തിന് സുഖം. എന്റെ ലെറ്റർ തന്നെ മുത്തിന് പകുതി. ഞാന് യൂന് ഉരുന്നില്ലേ? ഉരുന്ന് ദോശയൊക്കെ ഇറക്കുന്ന ഉരുന്ന്. അത് അത് ഇനി അപ്പൊ എമ്മോ
അയ്യോ യൂന് വേറൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ അത് നീ എടുത്തോ. എന്ത് ഞാൻ പറയത്തില്ല, നീ കണ്ടുപിടിക്കാം. യൂന അപ്പൊ അയ്യോ ഇതിന് ഏതോ ടേസ്റ്റാ. എന്തിനു ഉഴുന്നിന് വേറൊരു ടേസ്റ്റാ. ശരി അരിയും കൂടെ ഇട്ട് ഉരുന്നെടുത്ത് കുറച്ച് പിന്നെ ഇഡലി ഉണ്ടാക്കാം. എമ്മിനൊരു സംഭവം ഉണ്ട്. ഇതെല്ലാം ഈ അടുക്കള തന്നെ ഉണ്ടെന്ന് കേട്ടോ. ചക്കുവിന്റെ അടുത്ത മുട്ടായി ഇവിടെ കണ്ടിപ്പുണ്ടായിരുന്നോ? എന്താ കിക്കാറ്റ് തീർന്നോ? യൂന് ഞാന് മഞ്ചെടുത്തു. അല്ല എമ്മിന് ഞാന് മഞ്ചെടുത്തു. ആ നാട്ടിൽ വന്നിട്ട് അവൻ ഇവിടെ നിന്ന് തീറ്റിയാ. എമ്മ കഴിഞ്ഞു. നീ ഇനി പിന്നെ എന്താ ഇല്ല പിന്നെ ഞാൻ ഒരു ആൽമണ്ട് തിന്നാം. നിന്റെ അടുത്ത് അവിടെ വെച്ചേ ഞാൻ മറന്നുപോയി. അവിടെ ഇരിക്കട്ടെ, പിന്നെ എടുക്കാം. അപ്പൊ ആൽമണ്ട് കണ്ടോ കഴിഞ്ഞു കൈസ്. അങ്ങനെ ലെറ്റർ അല്ലെ പിള്ളേം കൂടെ ഉള്ള ചേർത്തിട്ട് വേണ്ട. എന്താ കാര്യം ചെയ്യും. പിന്നെ ആളിന് പിന്നെ നീ പൊട്ടേറ്റ് തിന്നണോ? നല്ല ആറിന് എഗൈൻ 6 വന്ന്. അപ്പൊ ഞാൻ എന്താ പിന്നെയും അരി എടുത്തു. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്റെ ചാലഞ്ച്, എന്റെ ടാസ്ക്. ഇനി മുത്തേന ഇനി മുത്തേന എന്തുവാ? ജഞ്ചു എന്നുള്ളതിന്റെ ലെറ്ററിന്റെ ആദ്യത്തെ ലെറ്റർ ആറിന് അരി റൈസ്. സുഖ പരിപാടിയായിരുന്നു. 10 ലെറ്റർ എന്റെ അകത്തുണ്ട്. അരി ഞാൻ കൈമാറി. നീക്ക് എന്തിരിക്കുന്നു? കണ്ടുപിടിക്ക. ഇഞ്ചിക്ക് ഈ ആണോ? ഇഞ്ചി എന്ന് പറഞ്ഞു ഈ എടുത്തില്ലേ? അയ്യല്ലേ, അത് ജിഞ്ചർ. കണ്ടുപിടിക്ക. ഈക്ക് എന്തിരിക്കുന്നു? ഈ എന്തേലും മുട്ട. ഇനിയിപ്പോ മുട്ടക്ക് എന്താ കൊടുക്കാം? ഇവിടുത്തെ മുട്ട എന്ത് ഫ്രിഡ്ജില് മുട്ടയാണ് കഴിച്ചുള്ളത്. അങ്ങനെ ഈക്ക് മുട്ട കിട്ടിക്കേ. ഈ മുട്ട ഇനി ഞാൻ പെട്ടെന്നൊരു ബുൾസ അടിച്ചിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, അങ്ങനെ മുട്ട ബുൾസ അടിക്കുമ്പോൾ അങ്ങനെ മുട്ട റെഡി ആയി വരുന്നുണ്ട്. അപ്പം രഞ്ജുവിന്റെ ഈ വെച്ചോളന്റെ ഈ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. എഗ് ഈ 4 എഗ് എടുത്തു. പെട്ടെന്ന് നല്ല ചൂടും. തൊണ്ടല്ലേ കേട്ടോ. ഈ 4 എഗ് കഴിഞ്ഞു. അടുത്ത ലെറ്റർ ഏതാ? മുട്ട ഉണ്ടാക്കിയ സമയം കൊണ്ട് ഞാൻ ഇയും JNJU ഇത്ര സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായിരുന്നു ഈ കഴിഞ്ഞേക്ക് എന്നെ വേണ്ടിട്ട് നാരങ്ങ മുട്ടായി. വേണ്ട ഒരു മുട്ടയുടെ പേരൊക്കെ അവളോട് പറഞ്ഞു തരുന്നുണ്ട്. നാരങ്ങ മുട്ട തിന്നു കഴിഞ്ഞു. ഇനി ജയ്ക്ക് വേണ്ടിട്ട് അവളതിനടുത്ത് ജാം ഉണ്ടല്ലോ, ആ ജാം എടുത്ത് പിന്നെ അതിന് യുവിന് വേണ്ടിട്ട് നമ്മുടെ സ്വന്തം ഉഴുന്ന്. ഇത്ര നേരം തിന്ന് നല്ല ടേസ്റ്റ് ആണ്. ഇതിനൊരു മാട്ട ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉഴുന്നെടുത്തിട്ടുണ്ട് ഗൈസ്. ആ തിന്ന ടേസ്റ്റ് മൊത്തം അങ്ങ് പോയി. ഒരുപാട് ചൊറിഞ്ഞ ടേസ്റ്റ്. അങ്ങനെ വൃത്തിയിട്ട ടേസ്റ്റായി പോയി. ഇനി ഇത് പോയിട്ട് 2 മുട്ട എടുത്തിടണം. അപ്പൊ ഞാൻ ഇന്നത്തെ നെയിം ചലഞ്ച് ഇവിടെ തീരുന്നു. അപ്പം സക്സസ്ഫുള്ളി വയല് ഇറക്ക്. അപ്പം ഞങ്ങളുടെ നെയിം ചലഞ്ച് ഇവിടെ തീർന്നു. അപ്പം വേറെ ആരെങ്കിലും പേര് ചലഞ്ച് ചെയ്ത് ഞങ്ങൾ ഇതുപോലെ കഴിക്കണമെങ്കിൽ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ അടി വന്നിട്ട് ആരെങ്കിലും കമന്റ് അടിക്കുക.
അപ്പോൾ ഞങ്ങൾ ആ കറക്റ്റ് പേര് നോക്കി കഴിക്കുന്നതായിരിക്കും. അങ്ങനെ അടുത്ത ചലഞ്ച് വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.